സ്പൈസാനൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ ഡിഷ് എന്ന് വിചാരിച്ച് ഞെട്ടണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹൈദരാബാദിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് ആപ്രിക്കോട്ട് ഡിലൈറ്റ്. വളരെ സിമ്പിൾ ആണ്, ഒരു 3 ലെയറിൽ ഉണ്ടാക്കിയതാണ്. ഞാനിത് അവസാനം ഇതെങ്ങനെ അതിന് ലെയർ ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം ഡ്രൈഡ് ആപ്രിക്കോട്ട്സ് ഒരു നൈറ്റ് ഫുള്ള് 2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇപ്പോൾ ആപ്രിക്കോട്ട്സ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതേ വെള്ളം തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. 1/2 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും. 1/2 കപ്പ് ഷുഗർ ഈ ആപ്രിക്കോട്ട്സ് വേവിച്ചെടുക്കാനും ബാക്കി 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിനും വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മിൽക്ക്. 1 കപ്പ് മിൽക്ക് കസ്റ്റാർഡ് പൗഡർ കുക്ക് ചെയ്യാനും ബാക്കി 2 ടേബിൾ സ്പൂൺ മിൽക്ക് ഈ കസ്റ്റാർഡ് പൗഡർ അടുപ്പത്തേക്ക് വെക്കുന്നതിന് മുന്നേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് മേടിച്ചതാണ്. അതല്ല നിങ്ങൾ ഫ്രഷ് ക്രീം വെച്ചിട്ടാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നതെങ്കിൽ സാധാ കേക്കിനെല്ലാം തയ്യാറാക്കുന്ന പോലെ പൗഡേർഡ് ഷുഗറും അതേപോലെ തന്നെ വനില എസൻസും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓൾറെഡി തയ്യാറാക്കിയ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, അതല്ലെങ്കിൽ ബദാം യൂസ് ചെയ്യാം. കുറച്ച് റോസ് സിറപ്പ് അവസാനം ഇതിന്റെ മേളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. റോസ് സിറപ്പും അതേപോലെ തന്നെ പിസ്തയും ഓപ്ഷനിലാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ആപ്രിക്കോട്ടും അതിന്റെ കൂട്ടത്തിലുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് പതിയെ ഇളക്കിയിട്ട് നന്നായി തിളച്ചു വന്ന ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് 15 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അതല്ല നിങ്ങൾ കുറച്ച് ചെറിയ പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഭയങ്കരമായിട്ട് നന്നായിട്ട് സോക്കായി കിടക്കും. 15 മിനിറ്റോളം അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്ത ശേഷം ഇതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. പക്ഷെ ചെറിയ ചെറിയ പീസുകളും വേണം. നന്നായി ഇത് ഉടച്ച ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ മാറ്റി വെച്ച് ബാക്കി 1/2 കപ്പ് ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഷുഗർ നന്നായി ഉരുകിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് കൂടെ നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഷുഗറൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ഒന്നും കൂടെ ഇത് സോഫ്റ്റ് ആവും. 5 മിനിറ്റ് ശേഷം സിറപ്പെല്ലാം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് മാറ്റി വെക്കാം. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ലെയറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി കൂൾ ആവണോ. ഇനി നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് മാറ്റാം. ഇനി കസ്റ്റാർഡ് പൗഡറിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ മാറ്റി വെച്ച് 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗറും പാലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഷുഗർ ഒന്ന് ഉരുകി വരുന്നത് വരെ പാല് കുക്ക് ചെയ്തെടുക്കണം. ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആക്കി കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് വെച്ച് കസ്റ്റാർഡ് മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇനി 2-3 മിനിറ്റ് നല്ല തിക്കാവുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇത് ലെയർ ചെയ്യാം. ഒന്നാമത്തെ ലെയറായിട്ട് ആപ്രിക്കോട്ട് സിറപ്പ് ചേർത്ത് കൊടുക്കണം. ഹൈദരാബാദ് എത്തുന്നത് വരെ ഇങ്ങനെ ഒരു ഡെസേർട്ടിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്. കുർബാനിക്ക മീറ്റ എന്ന് പറയുന്ന ഡിഷിനെ കുറച്ചുകൂടി മോഡേൺ സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുത്തതാണ് ആപ്രിക്കോട്ട് ഡിലൈറ്റ്. അടുത്തതായിട്ട് ഇതിന്റെ മേളിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മേളിലേക്ക് വിപ്പിംഗ് ക്രീം. ഇനി ഇതിന്റെ മേളിൽ കുറച്ച് റോസ് സിറപ്പ്, കുറച്ച് പിസ്ത ക്രഷ് ചെയ്ത്. ഇനി ഇവനെ ഒരു 1-2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം.
2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്തിട്ടുണ്ട്. നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചു നോക്കാം. കുറച്ച് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടമാണെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കുക. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പികൾ നോക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോയും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.